ഇനിയിപ്പോ ആ ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ നമ്മുടെ ചാണ്ടിയുമ്പം വിചാരിക്കണം. 37,000 എൻ അരുണായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ CPI വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. എൽദോയിലൂടെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് മൂവാറ്റുപുഴ. അവിടെ എൻ അരുൺ എന്ന യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും രക്ഷയില്ല. പിണറായിയുടെ ഏറ്റവും വലിയ വിമർശകൻ ആയിട്ടുള്ള നേതാവിനെ തന്നെയാണ് മൂവാറ്റുപുഴ ഇത്തവണയും മാത്യു കുഴനാടനെ തന്നെയാണ് ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് മൂവാറ്റുപുഴ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. തൃത്താലയിൽ VT ബൽറാം ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. 2000-ലധികം വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് 1575 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം മേൽക്കൈ 16,412 എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ്. പയ്യന്നൂരിൽ TI മധുസൂദനന്റെ ലീഡ് 310 കുറഞ്ഞിരിക്കുന്നു. 40,000-ലധികം വോട്ടായിരുന്നില്ലേ? പയ്യന്നൂർ അത്ഭുതം. മധുസൂദനന്റെ ലീഡ് കുറഞ്ഞു, 310. പയ്യന്നൂർ വലിയ അത്ഭുതം. പയ്യന്നൂരിൽ വലിയ അത്ഭുതം. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. പയ്യന്നൂരിൽ വലിയ അത്ഭുതം. TI മധുസൂദനന്റെ ലീഡ് 313. അവിടെ വലിയ തോതിൽ വോട്ട് പിടിക്കുന്നു. 310 കുറയുന്നു. അവിടെ CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ വോട്ട് പിടിക്കുന്നു. അവിടെ 310 TI മധുസൂദൻ ലീഡ് കുറയുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂരും തളിപ്പറമ്പും CPM-നെ കൈവിടുമോ? TI മധുസൂദനൻ തളിപ്പറമ്പ് ലീഡ് ചെയ്യുന്നു. ഇവിടെ പയ്യന്നൂരിൽ മധുസൂദന്റെ ലീഡ് കുറയുന്നു. വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കണ്ണൂരിൽ ഉണ്ടാകുന്നു. ലീഡ് ചെയ്യാണ് തവനൂരിൽ 7,156 വോട്ടിന്. നാലാമത് മത്സരിക്കാൻ ഇറങ്ങിയ വേണ്ടാന്ന് വെച്ചിറങ്ങിയ KT ജലീലിന് നാണക്കേടാണ്. KT ജലീൽ പിന്നിട്ട് നിൽക്കുകയാണ്. റോഷി അഗസ്റ്റിൻ ഏതാണ്ട് തോൽവി മണക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തോൽവി മണക്കുന്നു. 10,000-ലധികം വോട്ടുകൾക്ക്. ബാലഗോപാലിന് കേവലം 143 വോട്ട് മാത്രം ലീഡ്. ബാലഗോപാലിന് കേവലം 143 വോട്ട് മാത്രം ലീഡ്. പക്ഷെ നെടുമങ്ങാട് GR അനിൽ ഏതാണ്ട് വിജയിച്ചു കയറുമെന്ന് ഉറപ്പിക്കുകയാണ്. 5,000 ആകെ വോട്ടാണ് നമ്മൾ ലീഡായിട്ട് പറഞ്ഞത്. 3 റൗണ്ടിൽ അല്ലേ? 3 റൗണ്ട് ലീഡാണ്. പക്ഷെ ലീഡാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 1,397 വോട്ടുകൾ